ഹലോ ഗായ്സ്, ഇന്ന് കുറച്ച് വയ്യാത്തൊരു ദിവസം കേട്ടോ. ഇന്നലെ നല്ല പനിയായിരുന്നു. രാത്രി എനിക്ക് ശ്വാസം മുട്ടിയിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, മൂക്കൊക്കെ അടഞ്ഞിട്ട്. അപ്പോൾ എണീക്കാൻ കുറച്ച് ലേറ്റായിട്ടുണ്ട്. ഇന്ന് ഞാൻ ലീവ് എടുത്തു കേട്ടോ. എനിക്ക് ഒട്ടും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇന്ന് ജോലിക്ക്. അപ്പോൾ ഞാൻ ലീവ് എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അധികം നേരം കിടന്നുറങ്ങി, കാരണം രാത്രി ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 10-10:30 ആയിട്ടുണ്ടായിരുന്നു ഞാൻ എണീക്കാനായിട്ട്. 2 ദിവസമായിട്ട് ബോഡി നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ രീതിയിൽ ജലദോഷം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ എനിക്ക് നല്ല പണി കിട്ടി. രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വൈകിട്ട് തന്നെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഗുളികയും മെഡിസിനൊന്നും എനിക്ക് അത്രയും എഫക്റ്റായിട്ടില്ല. പിന്നെ രാവിലെ എണീറ്റു, ബ്രഷൊക്കെ ചെയ്തു. അങ്ങനെ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ കിടന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എണീറ്റു കേട്ടോ. ഒരു 10-10:30 ആയപ്പോൾ എണീറ്റു. അങ്ങനെ മുഖമൊക്കെ കഴുകി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഇപ്പോഴും എൻ്റെ പനി മാറിയിട്ടില്ല. ഇത് എടുത്ത അന്ന് തന്നെയാണ് ഞാനിതിന് സൗണ്ടും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ട്. മൂക്കടഞ്ഞതുകൊണ്ട് ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. പുട്ടും ചെറുപയർ കറിയും പിന്നെ പപ്പടമാണ് ഉണ്ടായിരുന്നത്. പിന്നെ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ അങ്ങനെ അധികം പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല ഫുഡ് കഴിക്കാനായിട്ട്. ഞാൻ തന്നെയായിരുന്നു ഒറ്റയ്ക്കിരുന്നാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. പക്ഷെ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ വയ്യാന്ന് തന്നെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയായിരിക്കും നമ്മളെ മൈൻഡിൽ. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ടെറസിൻ്റെ മേലെ പോയിട്ടോ. നല്ല വെയിലായിരുന്നു. പക്ഷെ ഞാനൊന്നും കാര്യമാക്കാണ്ട് തന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു. യൂണിഫോമും കാര്യങ്ങളും കുറച്ച് അലക്കാനുണ്ടായിരുന്നു. ഇന്നലത്തെ ഇട്ട ഡ്രസ്സുകളൊക്കെ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് അലക്കിയിട്ട് വേഗം വന്നിട്ടുണ്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. ഈ മടി ഇരിച്ചിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ അതിന് തന്നെ കുളിച്ച് പറഞ്ഞാൽ തലയൊന്നും കഴുകിയിട്ടില്ലായിരുന്നു. അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു തലയൊന്നും കഴുകണ്ട, അങ്ങനെ മേല് മാത്രം കഴുകിയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ റൂമിലിങ്ങനെ ഇരുന്നപ്പോൾ സംസാരിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ റൂംമേറ്റ്സൊക്കെ നാട്ടിൽ പോയേക്കാണ്. അപ്പം ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ നല്ല വിശക്കുന്നുണ്ട്. പക്ഷെ കൂടെ ഒരാളില്ലാത്തത് കൊണ്ട് പിന്നെ എനിക്ക് ഫുഡിൻ്റെ ടേസ്റ്റൊന്നും വല്ലാണ്ട് ഇപ്പം അറിയുന്നില്ല. ഭയങ്കര കയ്പ്പ് പോലെ വായ. അപ്പോൾ എന്തായാലും ഇല്ലാതെ വിചാരിച്ചിട്ട് അവിടെ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, മഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മഞ്ച് എടുത്ത് കഴിച്ചു. കുറച്ചൊരു ആശ്വാസം കിട്ടി. കുറച്ച് വെള്ളം കൂടി കുടിച്ചു. പിന്നെ എനിക്ക് തല വേദനിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ബാമൊക്കെ തേച്ചിട്ട് പിന്നെ ഞാൻ കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബൈ ഗൈസ്.